ശരിക്കും കൂടെ ജോലി ചെയ്യുമ്പോഴുള്ളൊരു അനുഭവം എന്താണ്? ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായി നിൽക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ സ്വന്തം സംവിധായകനായതിനു ശേഷം ഞാൻ ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുക എസ് യർ ഓണറാണ്. ദാമോദരമാഷായിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷേ എന്താ പറയുക, നമുക്ക് ഇത്ര റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ല. കാരണം ഒരു ടെൻഷനും തരാതെ, അത് മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്യുന്ന സിനിമയുടെ സ്ക്രിപ്റ്റിൽ പോലും, സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ പോലും തുടക്കം മുതൽ, വേറെ ആളാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതാണെങ്കിൽ പോലും അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ സീനിയറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. അത് റൈറ്ററെ വിഷമിപ്പിക്കാത്ത രീതിയിൽ തന്നെ അത് ഇടപെട്ടിട്ട് അതിൻ്റെ ഏറ്റവും മഹത്തായ രീതിയിൽ ഒരു സിനിമ എങ്ങനെ അത് ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെ ചിത്രീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പൂർണ്ണമായ ബോധ്യം സീനിയറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ വളരെ സേഫായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓരോ സീൻ എടുക്കുന്ന സമയത്തും ഞാൻ അതുവരെ ഇല്ലാത്തത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട്, കാരണം സീനിയറിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. ശ്രീനറിൻ്റെ സിനിമകളാണ് നമ്മളെ സിനിമയെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ തന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ്ഡാണ്. ഓരോ കാര്യങ്ങളും ഷോട്ട് എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ തന്നെ ആ ഡയലോഗ് പറഞ്ഞ് വേറെ രീതിയിലും തമാശയാക്കി ലൊക്കേഷനിൽ മുഴുവൻ ചിരി പരത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഇപ്പോഴും കണ്ടൻ്റെ മനസ്സ് നിറയുക, കണ്ടൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആ ചിരിയും തമാശകളൊക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കുട്ടിമാമ എന്നാണല്ലോ ഇപ്പം അവസാനത്തെ ഒരു സിനിമ. അതെ, കുട്ടിമാമയിലാണ് അവസാനമായിട്ട് ശ്രീനിവാസൻ്റെ അഭിനയിച്ച ഫുൾ ലെങ്ത്ത് ഒരു നായകനെന്ന രീതിയിൽ അത് ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു. ലൊക്കേഷനിലൊക്കെ തന്നെ നടക്കാനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് അതിനെ ഒന്നും ആരോഗ്യത്തിൻ്റെ ഒരു അസ്കിതൊന്നും കാണിക്കാതെ തന്നെ സമയത്തിന് 7 മണിയാകുമ്പോഴേക്കും ലൊക്കേഷനിൽ വരിക. ഞാനൊരു ക്രൂരനാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം വയ്യായിയുടെ അവസ്ഥയിലും ശ്രീനേട്ടൻ അന്ന് വകവെക്കാതെ വന്നിട്ട് അവർ രാത്രി നേരം വൈകിട്ട് പോലും അദ്ദേഹം വന്ന് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡബ്ബിങ് സമയത്ത് എത്തിയപ്പോഴാണ് ശ്രീനേട്ടൻ ആദ്യമായിട്ട് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു. ലാൽമീഡിയയിൽ നോൾ ഡബ്ബിങ് നടക്കുക. അന്നാണ് നമ്മളെല്ലാവരും കൂടി എടുത്ത് കാറിലിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചോടുകൂടിയാണ് ശ്രീനേട്ടനൊരു വീണ്ടും ഒരു പുനർജന്മം പോലെ കിട്ടിയത്. അതുമുതൽ അതിനുശേഷം ശ്രീനേട്ടൻ്റെ ആരോഗ്യം വളരെ മോശമായ രീതിയിൽ എപ്പോഴും ഞാൻ സംസാരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ശ്രീനേട്ടൻ എന്നെ വിളിച്ച് ചേച്ചിയായിട്ട് നമ്മൾ സംസാരിക്കും. കാരണം ഒരു സിനിമാ ബന്ധം മാത്രമല്ല, എൻ്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ശ്രീനേട്ടൻ്റെ ആ കുടുംബം എല്ലാം തന്നെ. എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ചു ചോദിക്കും. എന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ ചോദിച്ചു അടുത്ത സിനിമ എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെയായി വീണു, കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്താൽ മതി, ധൃതിയൊന്നും വെക്കണ്ട എന്ന് വരെ പറയുന്ന ഒരു സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിത്വം. എനിക്ക് സിനിമയിൽ ഇത്ര ആത്മബന്ധം വേറെ ആരും ആയിട്ടില്ല. സിനിമയെ ജീവിതവുമായി ഇത്രയും ബന്ധിപ്പിച്ചൊരു സിനിമ പ്രവർത്തകൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും സത്യമാണ്. കാരണം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇത്ര ശക്തമായി സർക്കാസ്റ്റിക്കായി നർമ്മത്തോടു കൂടിയിട്ട് പറഞ്ഞ് ഫലിപ്പിച്ച് അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിൽ എത്തിച്ചിട്ട് റൈറ്റർ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. സന്ദേശമാണെങ്കിലും വരവേൽപ്പാണെങ്കിലും അതുപോലെ സീനിയറിനെ തന്നെ സംവിധാനം ചെയ്ത ചിന്താവിഷ്ട ശ്യാമള പോലും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുന്ന സിനിമയാണ്. ഇപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പോലും സോഷ്യൽ മീഡിയ കാണിക്കുന്നതൊക്കെ തന്നെ ചെയ്യേണ്ടത്. ഇന്നത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സിനിമ ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സ് കണ്ടുകൊണ്ട് അന്ന് എഴുതിയാണ് സീനിയറിൻ്റെ രചനകൾ ഓരോന്നും. അത് തന്നെ ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും എടുത്ത് കാണിക്കുന്ന ക്ലിപ്പിങ്സ് വന്ന സീനിയറുടെ സിനിമകളിലെ വാക്കുകളും സീനുകളായിരിക്കും. അത്രയും ഉൾക്കാഴ്ചയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു നടനും സംവിധായകനും തിരക്കഥാകൃത്തിയായിരുന്നു ശ്രീനേട്ടൻ. വളരെ പീഡിതമായ ഒരു ജീവിതം, ഏറ്റവും അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അടിത്തട്ടിൽ അവിടുന്ന് ഉയർന്നു വന്നൊരു മനുഷ്യനാണ്. അതാണ്. അതെ, തീർച്ചയായും. അതെന്താണ് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ആ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും നാടകാഭിനയവും സിനിമ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ എത്തിപ്പെടാനുള്ള അദ്ദേഹത്തിനൊക്കെ കഥ പലപ്പോഴും എന്നോട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം എപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു അപകർഷതാബോധമുള്ള ഒരു കഥാപാത്രമായിട്ടായിരിക്കും പലപ്പോഴും സീനിയറിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. സ്വന്തം എന്തെങ്കിലും പോരായ്മകൾ തന്നെ തുറന്ന് കാണിച്ച് ആരും ധൈര്യപ്പെടാത്ത, അങ്ങനെ പറഞ്ഞ് ജനങ്ങളിലൂടെ ചിരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ, ഓരോ മലയാളിയുടെ മനസ്സിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരിക്കുന്ന ഒരു നടനാണ് ശ്രീനേട്ടൻ. അന്ന് എന്തായിരുന്നു ഡബ്ബിങ്ങിന് വന്ന സമയത്ത് ശ്രീനേട്ടൻ ഒരു അസ്വസ്ഥ, എനിക്കൊരു ശ്വാസത്തിൻ്റെ ഒരു തടസ്സം. ഞാൻ ശ്രീനേട്ടൻ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞ് ഇല്ല, ഇവരൊന്നുമില്ല, ഡബ്ബിങ് ഞാൻ വേഗം തീർത്തോളാം. ഞാൻ പറഞ്ഞു അതല്ല,
എന്തൊരു പ്രശ്നമുള്ളവർ ഇല്ലൊന്നും ഞാൻ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോയാലും ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട എന്നാണ്. അത് വീണ്ടും അവിടെ ഇരുന്ന് പുള്ളി ചുമരിൻ്റെ മുകളിൽ കൈവച്ചിട്ടൊക്കെ. അപ്പോൾ ഞാനപ്പോഴേക്കും എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പ്രൊഡക്ഷനിൽ പറഞ്ഞു കാർ റെഡിയാക്കി നീ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയിക്കുക, അവൻ്റെ ബൈക്കുണ്ട് അപ്പോൾ മെഡിക്കൽ മിഷനിൽ അവിടെ ഉടനെ ഹോസ്പിറ്റലിൽ വിട്ട് അങ്ങനെ നടന്ന് ശ്രീനേട്ടന് സുഖമില്ലാതെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ അറേഞ്ച് ചെയ്തു പറഞ്ഞു. എനിക്ക് എന്തോ ഒരു ഉൾവിളി പോലെ ശ്രീനേട്ടൻ സംഭവിക്കും. പിന്നെ ഞാൻ ശ്രീനേട്ടനെ പിടിക്കും. ശ്രീനേട്ടൻ ആദ്യം തടസ്സം നിന്നെങ്കിൽ പിന്നെ ശ്രീനേട്ടനും എന്നിലേക്ക് വരികയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടി അവിടുന്ന് ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ മുകളിൽ നിന്ന് താങ്ങി പിടിച്ച് കാറ്. പിന്നെ ആ കാറിലെ യാത്ര ഭീകരമായ യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും. കാരണം ആ മരണത്തിന് ഒരു മനുഷ്യൻ്റെ കണ്ണെത്രത്തോളം വലുതാണെന്ന് കണ്ട. കാരണം അത്രയും ശ്വാസം മുട്ടിയ അസ്വസ്ഥയായിട്ട് ശ്രീനേട്ടൻ്റെ അവിടുന്ന് ഒരു ഓട്ടമായിരുന്നു ഈ ട്രാഫിക്കിലൂടെ. എറണാകുളത്തെ ട്രാഫിക് അറിയാമല്ലോ. അങ്ങനെ അവിടെ എത്തി. അപ്പോഴേക്ക് ഹോസ്പിറ്റലിൽ എല്ലാ സജ്ജീകരണം ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഉടനെ തന്നെ അവിടെ പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആ ഡോക്ടേഴ്സിൻ്റെ തീവ്രമായ പരിചരണമാണ്. ഇറങ്ങി വന്നിട്ട് എന്നെ കണ്ട ഡോക്ടറിനോട് പറഞ്ഞു, സാധാരണ സിനിമയിലെ ഡയലോഗുണ്ട്, ഒരു മിനിറ്റ് മുമ്പേ വന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയിരുന്നത്, പക്ഷേ ഇത് യാഥാർത്ഥ്യമുണ്ട്, നിങ്ങൾ ഈ സമയത്ത് എത്തിച്ചുകൊണ്ട് നമുക്കൊരു മഹാനടനെ തിരിച്ചു കിട്ടി എന്നൊന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം അതിന് ശേഷം പിന്നെ ശ്രീനയുടെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ആ ചേച്ചി ഈ പറഞ്ഞ നഴൽ പോലെ കൂടെ നിന്നിട്ടും പിന്നെ ശ്രീനേട്ടന് പുറത്ത് പോകണം, ആൾക്കാരെ കാണാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഫംഗ്ഷനൊക്കെ വന്നത്. പലപ്പോഴും ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ അവശതയിലും ശ്രീനേട്ടൻ അതൊന്നും മറച്ചു വെച്ചും കൊണ്ട് തന്നെ ശ്രീനേട്ടൻ്റെ ഒരു ഇടപെടലും കാരണം അന്നത്തെ ആ സീൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അന്ന് പോയി എന്ന് വിചാരിച്ച ശ്രീനേട്ടൻ പിന്നെ നല്ല ഒരു പുനർജന്മം പോലെ ശ്രീനേട്ടൻ പിന്നെ വന്നത്. അത് അഭിമാനം വെച്ചാൽ നമുക്ക് നമ്മളൊരു ഇടപെടലുകൊണ്ട് അങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശ്രീനേട്ടൻ എല്ലാം കൂടി വീണ്ടും ഒന്ന് കഴിഞ്ഞപ്പോൾ ചാനലുകാരോട് ശ്രീനേട്ടനോട് ചോദിച്ചു, അല്ല അങ്ങനെ ആ നിമിഷത്തിൽ ബിനു ഉള്ളതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചപ്പോൾ പറഞ്ഞില്ല, എനിക്ക് ഈ ജന്മം വീണ്ടും തന്നത് ബിനു കാരനാണ്. പക്ഷേ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ചിലവ് മുഴുവൻ പുള്ളി വായിച്ചേ പറ്റുള്ളൂ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിയുടെ ഉത്തരവാദിത്വം. അല്ലേ ഞാൻ പോവുകയായിരുന്നു. ഇനി എന്നെ ജീവിപ്പിക്കേണ്ടതും എൻ്റെ ചിലവുകൾ നോക്കേണ്ടതും എന്നെ വളർത്തേണ്ടതും ബിനുവാണ്. അത്രയും അത്രയും ഒരു സർക്കാസ്റ്റിക്കായിരിക്കുന്ന എല്ലാത്തിനും വളരെ നർമ്മത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിത്വം, മഹാനായ ഒരു വ്യക്തിയായിരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും മഹാനായ വ്യക്തി. അങ്ങനെ എന്ത് പറയാനുള്ളത് നേരിട്ട് പഠിച്ചു പറയും. വിമർശനാത്മകമായിട്ട് പറയാനുള്ളത് ആരെയും പേടിക്കാതെ ഒരു ഭയമില്ലാതെ മലയാള സിനിമ ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനെ പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ട്, ആ ശ്രീനേട്ടൻ മാത്രമായിരുന്നു. ആ ഒരു വ്യക്തിയെ അപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഇനി അങ്ങനത്തെ ഒരു വ്യക്തിത്വവും ഇനി അങ്ങനത്തെ ഒരു തിരക്കഥകളോ ഇനി അങ്ങനത്തെ ഒരു സിനിമകളോ ഇനി അങ്ങനത്തെ ഒരു ഹ്യൂമറോ ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നെനിക്ക് ഉറപ്പാണ്.